ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് നാറ്റോ സബ്മിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. നാറ്റോ സബ്മിറ്റിലെടുത്ത നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് അവിടെ നിറവേറ്റപ്പെട്ടത്. അമേരിക്കയുടേതായിട്ടുള്ള താല്പര്യം എന്താണോ അത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ്റെ വിഷയം, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിവസങ്ങളായിട്ട് കനത്ത ആക്രമണങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം മഷാദ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ആയത്തുൽ അലി ഖമനയുടെ ഫൈനൽ ഫെയർവെൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആയത്തുൽ അലി ഖമനയുടെ ഫൈനൽ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഫെയർവെൽ മൊമെൻറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഫൂട്ടേജസ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ വീഡിയോയുടെ എഡിറ്റിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഫൂട്ടേജസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതേസമയം ഇറാൻ്റെ ഉള്ളിൽ IRGCക്കുള്ളിൽ ശക്തമായ രീതിയിലുള്ള റെഡിനെസ്, പ്രിപ്പയർഡ്നെസ്, അലേർട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെഡിനെസ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് IRGCക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. امام راحل فرمود بکشید ما را، ملت ما بیدارتر خواهد شد. 2 شب شروع کردی، فکر کردی که ما از این حملاتت میترسیم. نه، ما اتفاقا آماده هستیم، آماده تر از پیش. اعلام میکنیم هم به تو، هم به سگ هار رها کرده در منطقت، ما همچنان پرصلابتر از گذشته اعلام میکنیم که تا نابودی شما، تا برچیده شدن سایه نحس و شومتون از این کره خاکی دست از مقاومت و جهاد بر نمی داریم. مرگ بر اسرائیل! ما رهرو امامیم برادرها، دنبال انتقامیم. പ്രത്യേകിച്ച് ഹൈ അലേർട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊടുത്തിരിക്കുന്നത്. ശരിക്കും ആയത്തുൽ അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മൊമെൻറ്റിൽ തന്നെ ശക്തമായ രീതിയിലുള്ള ആക്രമണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 80% നടക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. പല അനലിസ്റ്റുകളും ഇതിനെ ഇങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇറാന് വേറെ ഓപ്ഷനുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്ക ഒരു റെയിൽവേ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെയിൽവേ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും തുർക്ക്മെനിസ്ഥാൻ വഴി കണക്ട് ചെയ്യുന്ന, ഇറാനെ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോറാണ്. ആ കോറിഡോറിലേക്കുള്ള റെയിൽവേ ബ്രിഡ്ജിലാണ് ക്രൂയിസ് മിസൈൽ പതിച്ചിരിക്കുന്നത്. 2 മിസൈലുകളാണ് പതിച്ചത്. ആ പാലം പൂർണ്ണമായിട്ടും പൊട്ടി തകർന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും പൊളിഞ്ഞ് 2ആയി വിഭജിച്ചിട്ടില്ല. പക്ഷേ 2 സൈഡിലായിട്ട് എഡ്ജ്, ഒരു മിസൈൽ പതിച്ചത് പാളത്തിൻ്റെ നടുക്കും, എക്സാക്ട്ലി നടുക്കും. മറ്റൊരു മിസൈൽ പതിച്ചത് ശരിക്കും ഒരു എഡ്ജിലുമാണ്. പാലം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പരിശോധനകളൊക്കെ കഴിഞ്ഞ് റെയിൽവേ ട്രാക്കൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പാലം പ്രവർത്തന സജ്ജമാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു റൂട്ടാണ് എക്സാക്ട്ലി തെഹ്റാനിൽ നിന്നും കുറച്ച് നീങ്ങി
ആ പോയിന്റ്, ആ ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അക്ല എന്ന് പറഞ്ഞ സ്ഥലം, ഗോൾസ്റ്റൺ പ്രൊവിൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പരമാവധി ഷിപ്പുകളെല്ലാം തന്നെ ഇറാൻ നിർദ്ദേശിച്ചിരുന്ന ആ റൂട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്ക പിന്തുണ നൽകുന്ന ചില കപ്പലുകൾ ഒമാൻ്റെ തീരത്തും കടന്നു പോകുന്നുണ്ട്. നിലവിൽ ഇതാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ സിറ്റുവേഷൻ. ഇറാൻ കഴിഞ്ഞ 24 hours കൊണ്ട് മാത്രം 10 million barrel ക്രൂഡ് ഓയിൽ വിറ്റഴിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇനി ബ്ലോക്കേഡ് വരാനുള്ള സാധ്യതയുണ്ട്. സോ എണ്ണ വിൽക്കാൻ ഇനി പറ്റില്ല, അമേരിക്ക ഒരു പെർമനൻറ്റ് ബ്ലോക്കേഡ് അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് മാക്സിമം എണ്ണ വിറ്റഴിക്കാം എന്നുള്ള രീതിയിൽ 10 million ബാരലാണ് വിറ്റഴിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ 14 IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 70 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എക്സാക്ട്ലി 78 പേര് സിവിയർലി ഇഞ്ചൂർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹ്റൈനിലേക്ക് പ്രത്യേകിച്ച് മനാമ ടാർഗറ്റ് ചെയ്ത് വന്ന 2 മിസൈലുകൾ 9-ാം തീയതി ആഫ്റ്റർനൂൺ വന്ന 2 മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് ബഹ്റൈൻ പറഞ്ഞിട്ടുണ്ട്. ജോർദാൻ്റെ ഉള്ളിൽ അമേരിക്കൻ ബേസിൽ 2 സ്ഥലങ്ങളിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നു. ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് പതിച്ച ഡെബ്രി ആണെന്നാണ് പറയുന്നത്. പക്ഷേ ലുക്സ് ലൈക്ക് അവിടെ മിസൈൽ പതിച്ചതുപോലെയാണ് അതിൻ്റെ ഫൂട്ടേജസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹെസ്ബുള്ള സൗത്ത് ലെബനാനിലെ അമൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൽ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണി സിംബോളിക്കായിട്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ പങ്കെടുക്കാൻ കഴിയാത്ത നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സിംബോളിക്കായിട്ട് ഇവിടെ ഒരു ഫ്യൂണറൽ സെറമണി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹെസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഫ്ലാഗ്സ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഒരു സ്റ്റേഡിയം നിറയെ ഹെസ്ബുള്ളയുടെ മെമ്പേഴ്സ് വന്ന് അവിടെ ഈ സെറമണിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവിടെ മനഃപൂർവ്വം ആക്രമണം നടത്താത്തതാണ്. ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള പൊതുജനങ്ങളും അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ അറ്റാക്ക് നടത്താത്തത്. ഗാസിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സെറമണി, ഈ സിംബോളിക് സെറമണി നടന്നത്, സൗത്ത് ലെബനാനിൽ. മഷാദുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മഷാദ് എന്ന് പറയുന്നത് ആയത്തുൽ അലി ഖമനേയിയുടെ ജന്മസ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഒരു വലിയ പിൽഗ്രിമേജ് സൈറ്റ് പോലെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയത്തുൽ അലി ഖമനേയെ ജന്മനാട്ടിൽ തന്നെ കൊണ്ട് ഈ ബറിയൽ സെറമണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഫ്യൂണറൽ സെറമണി കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവായിട്ടുള്ള അറ്റാക്കിന് ഇറാൻ്റെ സൈഡിൽ നിന്നും സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അമേരിക്കയും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ അവർ എവിടെ ടാർഗറ്റ് ചെയ്യും? ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ടാർഗറ്റ് ചെയ്യുമോ? ഇതൊന്നും വ്യക്തമല്ല. മിസൈലുകൾ തീർച്ചയായിട്ടും ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ രാജ്യങ്ങളിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ടുഡേ, അതായത് 9-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ള ആ ഒരു രാത്രിയിൽ. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അമേരിക്ക ഒരു രാത്രിയിൽ 80+ മറ്റൊരു രാത്രിയിൽ 90+ അറ്റാക്കാണ് നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ തിരിച്ചടിക്കും. പിന്നെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇറാൻ 84 അറ്റാക്ക് അല്ലെങ്കിൽ 85 അറ്റാക്കുകൾ നടത്തിയിട്ടില്ല ഇതുവരെ അവർ നടത്തിയിട്ടില്ല. അതൊക്കെ മാധ്യമ പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇറാൻ അഥവാ ആക്രമണങ്ങൾ നടത്തുന്നുവെങ്കിൽ ഈ 9 മുതൽ 10 അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ആക്രമണം നടത്താൻ പോകുന്നത്. അതുപോലെ IDF ഗാസയ്ക്കുള്ളിൽ അൽ അബ്ബാസ് എന്ന് പറഞ്ഞ ഗാസ സിറ്റിക്കുള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ അൽ അബ്ബാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഹമാസ് മെമ്പറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അറ്റാക്ക് അവിടെ നടത്തിയത്. അതോടൊപ്പം നിരവധി സിവിലിയൻസ് അവിടെ വൂണ്ടഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ടാർഗറ്റ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് മഹ്മൂദ് അൽ ഫയൂമി എന്നാണ് കൊല്ലപ്പെട്ട ഹമാസ് പ്രവർത്തകൻ്റെ പേര്. അടുത്തത് നമ്മൾ പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ 42 ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിൽ. പാക് ആർമി പറയുന്നത് ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, 36 ബലൂച്ച് മെമ്പർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത പാകിസ്ഥാൻ ആർമിയും പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ബലൂചിസ്ഥാനികൾ ഒരു വലിയ സിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റി, ബലൂച്ച് സിറ്റി, അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ചങ്കി സിറ്റി ഇൻ ബലൂച്ച് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. ആ ചങ്കി സിറ്റി ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ബലൂചിസ്ഥാൻ ആർമി. പാകിസ്ഥാൻ പറയുന്നത് പോലെ 36 to 50 ബലൂച്ച് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നൊക്കെ പാകിസ്ഥാൻ്റെ ആർമി പറയുന്നുണ്ടെങ്കിലും വിശ്വസനീയമായ രീതിയിലുള്ള ഫൂട്ടേജസ് അവരുടെ കയ്യിൽ അവൈലബിൾ അല്ല, തെളിവില്ല. അവർ ജസ്റ്റ് പറയുകയാണ്. പക്ഷേ പാക് ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന് തെളിവുകളുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാറ്റോ സബ്മിറ്റ് അവസാനിച്ചു. അപ്പോൾ അവിടെ സെലൻസ്കി വലിയ രീതിയിൽ പ്രസ്താവനകളുമായിട്ട് ഫുൾ ആൻഡ് ഫുൾ സെലൻസ്കി തന്നെയായിരുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള നാറ്റോ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സെലൻസ്കി പറഞ്ഞു വെച്ചത് വലിയ രീതിയിലുള്ള സപ്പോർട്ട്, പിന്തുണ വേണം. അത് പ്രധാനമായിട്ട് വെപ്പൺ പ്രൊഡക്ഷൻ, ഉക്രൈനെ ഒരു വെപ്പൺ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇതിലൂടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു തീരുമാനം, ഒരു ഉറച്ച തീരുമാനം തന്നെ സെലൻസ്കിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളിലേക്ക് സെലൻസ്കി വെച്ച റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഡ്രോൺ മാനുഫാക്ചറിങ്, വെപ്പൺ മാനുഫാക്ചറിങ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാം, ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ ടെക്നോളജി സഹിതം ഉക്രൈനിൽ ഈ വെപ്പൺസ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ആ പെർമിഷൻ തന്നുകൊണ്ടുള്ള ഫാക്ടറി നിങ്ങൾ തന്നെ ഒന്ന് ഡയറക്റ്റായിട്ട് തുടങ്ങിക്കൊള്ളുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾക്ക് തന്നെ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ ഉള്ളിൽ വന്ന് ഇപ്പോൾ ഈ ഫാക്ടറി തുടങ്ങേണ്ട എന്ത് ആവശ്യമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത്? അവർ മാക്സിമം അവരവരുടെ രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഈ പുതിയ അമേരിക്കൻ പ്രസിഡന്റാണ്. കാരണം പുള്ളിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ നാറ്റോയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പ്രചോദനം നൽകിയത്. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. അതിനെ തുടർന്ന് ഈ രാജ്യങ്ങളൊക്കെ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ നിലപാട് കൊണ്ടാണ്. അത്രയും നാളും ഇവർ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് അമേരിക്കയുടെ ഒരു പാരസൈറ്റ് ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേസമയം അമേരിക്ക കൃത്യമായിട്ട് അവരുടെ ആ ടൈംലി ഫേസ് അവർ കാണിച്ചതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും ഒരു തിരിച്ചറിവുണ്ടായി. അതായത് അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം നമുക്ക് ആയുധങ്ങൾ തരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് അവർ ഫ്രണ്ട്ലി മാനറിൽ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിൽ എത്തിപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് തിരിച്ചറിയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇവർ സ്വയമേ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് പോയത്. ഇപ്പോൾ അവരെല്ലാം സ്വയമേ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു വെച്ചാൽ ഇല്ല, ടൈം എടുക്കും. പക്ഷെ ഇപ്പോൾ നിലവിൽ നാറ്റോ ഒരു 6 പോയിന്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉക്രൈൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തുനിന്നാണ് ഫ്രീഡം? സെലൻസ്കിയുടെ അടുത്തുനിന്നാണോ അല്ലെങ്കിൽ പുട്ടിൻ്റെ അടുത്തുനിന്നാണോ? അത് ക്ലാരിഫൈ ചെയ്യുന്നില്ല. പക്ഷേ അവർ പോയിന്റിൽ പറഞ്ഞു വെക്കുന്നത് ഉക്രൈൻ്റെ ഫ്രീഡം, ഉക്രൈൻ ഒരു സോവറൈൻ സ്റ്റേറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഉക്രൈൻ്റെ എൻറ്റയർ ലാൻഡ്സ്കേപ്പ് ആ ഒരു മാപ്പിനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നാറ്റോയുടെ നിലപാട് നമ്പർ 1. പിന്നെ നാഷണൽ ത്രെട്ട്, ഉക്രൈനെതിരെ ഉണ്ടാകുന്ന ഭീഷണി, അത് റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഭീഷണിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ ഭീഷണിയെ അത് കോമൺ ആയിട്ട് നാറ്റോയ്ക്കെതിരെയുള്ള ഭീഷണിയായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഉക്രൈൻ്റെ എൻറ്റയർ ലാൻഡ് ഏരിയ സംരക്ഷിക്കാനുള്ള ആ ഒരു അവകാശത്തെ ഞങ്ങൾ ശരിവെക്കുന്നു. നാറ്റോ സ്ട്രെങ്തനിങ് ബൈ വെപ്പൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെപ്പൺ സപ്ലൈ തേർഡ് പാർട്ടിയിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യും. 50 ബില്യൺ യൂറോയാണ് അതിന് വേണ്ടിയിട്ട് വകയിരുത്തുന്നതായിട്ട് നാറ്റോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ പല തവണയും പറഞ്ഞിട്ടുണ്ട്. അതേപോലെയുള്ളൊരു പറച്ചിലാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും 50 ബില്യൺ യൂറോ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാറ്റോയുടെ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് അലോക്കേഷൻ, ഇത്രയും നാളും അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന നാറ്റോ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷനിൽ നിശ്ചിത തോതിലുള്ള ഇൻക്രിമെൻറ്റ് വരുത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെ 2% അവരുടെ GDP യിൽ നിന്ന് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില രാജ്യങ്ങൾ വളരെ തുച്ഛമായ എമൗണ്ടാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുക, വളരെ തുച്ഛമായ എമൗണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 5%-ലധികം സ്പെൻഡ് ചെയ്യുന്ന അമേരിക്ക പറഞ്ഞത് നിങ്ങൾ 5%, 3 to 5% ആയിട്ട് ഉയർത്തണമെന്നാണ്. നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ഇവർ തട്ടിക്കൂട്ടിയാണ് ഈ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഒറ്റ പോയിന്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവരിതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത് ഓരോ രാജ്യങ്ങളും ഇത്ര പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യുമെന്ന് ഇവർ പറഞ്ഞില്ല, പെർസെൻറ്റേജ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഇവർ ജസ്റ്റ് റഫായിട്ട് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ കൂടുതൽ പണം അതിലേക്ക് വകയിരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാറ്റോ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ എത്ര പെർസെൻറ്റേജ് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം അവിടെ ഒരുപാട് രാജ്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ വെപ്പൺ പ്രൊഡക്ഷനിൽ നെക്സ്റ്റ് ലെവലിൽ AI ഇൻ്റഗ്രേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. AI ഇൻ്റഗ്രേഷൻ, അപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജി അഡോപ്റ്റേഷൻ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാനഡ 70 ബില്യൺ ഫണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് നാറ്റോ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതേപോലെ ഉക്രൈനിൽ വെപ്പൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പണം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് കാനഡ. പിന്നെ ലാസ്റ്റ് ട്രംപ് പറഞ്ഞു വെച്ച വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈൻ പൊതുവെ നാച്ചുറൽ റിസോഴ്സ് കൂടുതലുള്ള രാജ്യമാണ്, ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, അമേരിക്കയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി വെക്കുന്ന ഡീലിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഡീലിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം തന്നെ അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അതെല്ലാം തന്നെ മൈനിങ് ചെയ്ത് കൃത്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിനും
അമേരിക്കയ്ക്കും ഗുണകരമാവുന്ന രീതിയിൽ ആ റീജിയനും മീൻസ് നാറ്റോ രാജ്യങ്ങൾക്കും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഗുണകരമാകുന്ന രീതിയിൽ അതിനെ മാറ്റി തീർക്കാം എന്നുള്ള രീതിയിലൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടപ്പിലാകുന്ന ഏർപ്പാടല്ല. കാരണം അപ്പോഴത്തേക്കും ഉക്രൈനിലെ സെലൻസ്കി ചോദിക്കും, നാഷണൽ സെക്യൂരിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുമോ എന്നുള്ള ചോദ്യവുമായിട്ട് സെലൻസ്കി വരും. ഈ ചോദ്യത്തിലാണ് പണ്ട് മുതലേ ട്രംപും സെലൻസ്കിയും ഭിന്നിച്ച് നിൽക്കുന്നത്. സെലൻസ്കി വീണ്ടും ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് റഷ്യക്കെതിരെ ഉന്നയിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യ ഫ്രണ്ട് ലൈനിൽ ഉക്രൈനിയൻ സോൾജേഴ്സിനെ കൊണ്ട് നിർത്തുന്നു എന്നാണ് സെലൻസ്കിയുടെ പരാതി. അതെങ്ങനെ റഷ്യ ഉക്രൈൻ സോൾജേഴ്സിനെ കൊണ്ട് ഫ്രണ്ട് ലൈനിൽ നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിടിക്കപ്പെട്ട ലാൻഡ് ഉണ്ടല്ലോ, അതിപ്പോൾ കുറേ കാലം കൊണ്ട് ഏതാണ്ട് ഒരു 3.5 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ്റെ ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു 4 പ്രൊവിൻസ് ഇൻക്ലൂഡിങ് ക്രൈമിയ 5 പ്രൊവിൻസ് എന്ന് പറയാം. അപ്പം അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിടിച്ചെടുത്ത 4 പ്രൊവിൻസ്, ഡോൺബോസ് റീജിയൻ മുതൽ സെബ്രോഷേഷ്യ വരെ, സെബ്രോഷേഷ്യ, കാർക്കീവ് ഇതേപോലത്തെ കുറച്ച് റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയൻ എല്ലാം തന്നെ റഷ്യൻ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ച് അവിടുത്തെ യുവാക്കളെ റഷ്യൻ ആർമിയിലേക്ക് ഹയർ ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ കുട്ടികളെ വരെ 18 വയസ്സ് പൂർത്തിയാവാത്ത കുട്ടികളെയും ഹയർ ചെയ്തിട്ടുണ്ട് എന്നാണ് സെലൻസ്കി ഇവിടെ പറയുന്നത്. തെളിവൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഉക്രൈനിയൻ സിറ്റിസൺസിനെ തന്നെയാണ് റഷ്യ ഫ്രണ്ട് ലൈനിൽ അതേ ഏരിയകളിൽ കൊണ്ട് നിലനിർത്തിയിരിക്കുന്നത്. സോ ഞങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ ആക്രമിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗൺ പോയിന്റിൽ നിൽക്കുന്നത് ഓപ്പോസിറ്റിൽ ഉക്രൈനിയനാണ്. സോ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും അവരെ വെടിവെച്ച് വീഴ്ത്താൻ? സോ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാനസികമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഉക്രൈനിയൻ സോൾജേഴ്സ് ആണെങ്കിലും റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് റഷ്യയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് ഉക്രൈനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ അവിടെ ഇത്തരത്തിലുള്ള ഡയലോഗ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, പക്ഷേ സെലൻസ്കി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആരോപണമാണ്. ഇത് സത്യമാണോ ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സത്യമാണോ ഇല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തി പുറത്തു വരേണ്ട വിഷയമാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലൂടെ പുറത്ത് തെളിവ് സഹിതം പുറത്തു വരേണ്ട വിഷയമാണ്. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണെ സൗദി അറേബ്യ പര്യടനത്തിലാണ് ജദ്ദയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുമായിട്ട് ബയലേറ്ററൽ ടോക്ക് നടത്താനാണ് പോയിരിക്കുന്നത്. ഇനി വെനിസ്വലയുടെ ഒരു 32 ടൺ ഗോൾഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 6 മാസത്തിന് മുമ്പ് വെനിസ്വലയുടെ ഈ ഗോൾഡിനെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മരവിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മരവിപ്പിക്കുന്നതല്ല, അവരതിനെ പുട്ടടിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് വെനിസ്വലയിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തി വെനിസ്വല എന്ന് പറഞ്ഞ രാജ്യത്തിന് ഫുൾ സാങ്ഷൻ ഫ്രീ ആക്കുമെന്നുള്ളതൊന്നും UK പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇപ്പം വെനിസ്വല എന്ന് പറഞ്ഞ രാജ്യം എർത്ത് ക്വേക്കൊക്കെ വന്നിട്ട് അവിടെ ഭൂചലനം സംഭവിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അവർ 2 കത്ത് എഴുതിയിട്ടുണ്ട്. ഒരു കത്ത് അമേരിക്കയ്ക്കും മറ്റൊരു കത്ത് UKയ്ക്കുമാണ്. അപ്പോൾ അവർ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വെനിസ്വലയ്ക്ക് അവകാശപ്പെട്ട ഈ 32 ടൺ ഗോൾഡ് ഇപ്പം ഞങ്ങളുടെ രാജ്യത്തിന് മേളിൽ ഒരു തരത്തിലുള്ള ഉപരോധങ്ങളുമില്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ 32 ടൺ ഗോൾഡ് റിലീസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സോ അത് റിലീസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ലെറ്ററാണ് ഇവർ അയച്ചിരിക്കുന്നത്. അതിൻ്റെ കോപ്പി അമേരിക്കയ്ക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെടും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ സ്വർണം അമേരിക്കയുടെ പക്കലിരിക്കണം, അല്ലെങ്കിൽ ആരുടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ആ ക്യാരക്ടറാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും ഇടപെടും. അപ്പോൾ എന്തായാലും UK ഈ സ്വർണം റിലീസ് ചെയ്യേണ്ടി വരും. ഇപ്പം UK ഈ സ്വർണം റിലീസ് ചെയ്യേണ്ടി വരും, അതിൽ യാതൊരു മാറ്റമില്ല. UK ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെയും സ്വത്തിന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് പണ്ട് മുതലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടതില്ല. അവർ പാവങ്ങളാണ്, അവരാരുടെയും സ്വത്തുക്കളൊന്നും അവർ മോട്ടിച്ചിട്ടില്ല, അവരാരുടെയും സ്വർണ്ണങ്ങളൊന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഉടനെ തന്നെ ഇപ്പോൾ എടുത്ത് കൊടുക്കും. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരും. പക്ഷേ ഒരേ ഒരു ഡൗട്ട് മാത്രമാണ് ഇതിനകത്ത് ബാക്കിയുള്ളത്. അമേരിക്ക ഒരു പക്ഷേ വെനിസ്വലയുടെ എണ്ണ എങ്ങനെയാണോ വിൽക്കുന്നത് അതേപോലെ ഗോൾഡ് ന്യൂയോർക്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് സൂക്ഷിക്കാമെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പതിയെ നമുക്ക് വെനിസ്വലയ്ക്ക് കൈമാറാം എന്നുള്ള രീതിയിലൊക്കെ ആക്കി തീർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്
അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.